യെസ്, അങ്ങനെ നമ്മുടെ ഗെയിം സോൺ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് 2 കുട്ടികളെ ആവശ്യമുണ്ട്, 2 സ്മാർട്ട് ഗേൾസ്. മോളെ പേരെന്താണ്? ദേവിക. ദേവിക. എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ? 7th പഠിക്കുന്നു ദേവിക. പാട്ട് പാടോ? പാട്ട് പാടോ? എന്നാ 2 വരി വേഗം. കല്യാണി കളവാണി ചൊല്ലമ്പിളി ചൊല്ല്, വെള്ളിത്താമര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണി അമ്പലപ്പുര ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക്, പെൺപൂവാണി ആഹാ മറ്റൊരു കാർ വർണ്ണന് മാലയ്ക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായി പാടിട്ടോ ദേവിക. ഞാൻ പുതിയ പാട്ടുകൾ ഏതെങ്കിലും ആയിരിക്കും പാടുന്നത്. പഴയ പാട്ട് മിടിക്കും. ഞങ്ങളും പാടുക, നമ്മൾ പാടും. പാട് പാടിയേ പറ്റൂ. പേരെന്താണ്? വൈഷ്ണവി. വൈഷ്ണവി പാട്ട് പാടോ? വൈഷ്ണവി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th. രണ്ടുപേരും 7th-ലാണ്. ഓക്കെ, എന്നാ ഇനി വൈഷ്ണവിയുടെ ഒരു പാട്ട്. ഓക്കെ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, ഈ പൈങ്കിളി മലർത്തേങ്കിളി. പാട്ടിൽ ഞങ്ങൾ വിട്ടുകൊടുക്കൂല, പാട്ടിൽ വിട്ടുകൊടുക്കൂല. പാട്ടിനിപ്പോൾ വിട്ടുകൊടുത്തില്ല, രണ്ടുപേരും നല്ല സ്മാർട്ടായിട്ട് പാടി. വെരി ഗുഡ്. ഇനി നമ്മുടെ ഗെയിം എന്താണെന്ന് പറയാൻ പോവാം. ഓക്കെ, ഇവിടെ 2 കളറിലുള്ള ബലൂണുകൾ ഈ തറയിലിട്ടിട്ടുണ്ട്. ഓക്കെ, ബലൂണുകൾ വീർപ്പിക്കുന്നതിന് മുമ്പ് അതിനകത്ത് നമ്മൾ ഓരോ അക്ഷരങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അതായത് കടലാസ് ചുരുളുകളാക്കി ആ ബലൂണുകൾക്കകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ കടലാസുകൾക്കകത്ത് എഴുതിയിരിക്കുന്നത് കോമഡി മസാല എന്നുള്ളതിൻ്റെ ഓരോരോ അക്ഷരങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൽ നിന്ന് ഓരോ ബലൂണായിട്ട് എടുക്കുക. 2 പേർക്ക് ഓരോ കളർ. ഇപ്പോൾ ദേവികയ്ക്ക് യെല്ലോ കളറാണെങ്കിൽ വൈഷ്ണവിക്ക് ഓറഞ്ച് കളർ ബലൂൺസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവനവൻ്റെ കളറിലുള്ള ബലൂൺ എടുക്കുക, ഓരോന്നും കുത്തി പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള ലെറ്റർ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ ആ ലെറ്റേഴ്സ് കൊണ്ടുവന്ന് ഒട്ടിക്കുക. ഏറ്റവും പെട്ടെന്ന് ഒട്ടിച്ച് കോമഡി മസാല എന്നുള്ള പേര് കംപ്ലീറ്റ് ആക്കി ഈ കാർഡ് ഉയർത്തി കാണിക്കുന്ന ആളായിരിക്കും വിന്നർ. ഓക്കെ, അപ്പോൾ ആരാണ് കൂടുതൽ സ്മാർട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആരാണ് ഫാസ്റ്റായിട്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ ഇതാ സൂചി വെച്ചിട്ടുണ്ട്. ഈ സൂചി വെച്ചിട്ട് വേണം ബലൂണുകൾ പൊട്ടിക്കാൻ. ദേവിക, വൈഷ്ണവി. ഓക്കെ, അപ്പോൾ 2 പേരും റെഡി അല്ലേ? നിങ്ങളുടെ ടീം ലീഡേഴ്സ് റെഡിയാണ്. അപ്പോൾ വൈഷ്ണവിയുടെ കളർ ഓറഞ്ച് ആയിരിക്കും ആൻഡ് ദേവികയുടെ കളർ യെല്ലോ ആയിരിക്കും. ഈ ചേട്ടന്മാർ 2 പേരും സഹായിക്കും കേട്ടോ. ചേട്ടന്മാർ പക്ഷേ ബലൂൺ പൊട്ടിച്ച് സഹായിക്കരുത്. ഓക്കെ, ശരി. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എടുക്ക്. എടുത്ത് പൊട്ടിക്കുക, എടുത്ത് മോളെ സൂചി മോളിൽ ഇവിടെ വെച്ചിട്ട് കൊണ്ടുവന്ന് സൂചിയുടെ ബലൂൺ എടുത്തിട്ട് വാ. യെസ്, ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കോട്ടെ. അല്ല എവിടെ പോയി? വെരി ഗുഡ്, വെരി ഗുഡ്. പെട്ടെന്ന് പെട്ടെന്ന് ലാസ്റ്റ് ലെറ്റർ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്ന ആളെ നോക്കാം. ആദ്യം കംപ്ലീറ്റ് ആൻഡ് കോമഡി മസാല. കോമഡി മസാല അങ്ങനെ കംപ്ലീറ്റ് ആക്കി കണ്ടുപിടിച്ച് ഒട്ടിച്ച ആള് വൈഷ്ണവിയാണ്. സോ നമ്മുടെ ഈ ഒരു ഗെയിമിൽ വൈഷ്ണവിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈഷ്ണവിക്ക് കിട്ടാൻ പോകുന്നത് പറക്കാട് ജ്വൽസ് തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാനയാണ്. അപ്പം ആനക്കുട്ടി അങ്ങോട്ട് തരട്ടെ. അടുത്തതായിട്ട് കോമഡി മസാലയുടെ വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനായി വേദിയിലേക്ക് എത്തുന്നു മഹേഷ് പാലാഴി. നമസ്കാരം ചേച്ചി. എന്താണ് ഇന്നത്തെ പെർഫോമൻസ്? സാധാരണ മിമിക്രി ചെയ്യുന്ന പോലെ തന്നെ അനുകരണമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതായത് ചില താരങ്ങളുടെ ശബ്ദമാണ്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ഐക്കൺ എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ 2 ശബ്ദ വേരിയേഷൻ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാം. ആദ്യമായി ദുൽഖർ സൽമാന്റെ
സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ഫൈസി അല്ലെങ്കിൽ ഫൈസൽ എന്ന് പറയുന്ന ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു കഥാപാത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ഉപ്പുപ്പ, നിങ്ങളെ മോഹത്തിന്റെ കഥയെന്ന് പറഞ്ഞിട്ടു. എനിക്ക് മോഹത്തൊന്നുമില്ല. സുലൈമാനി കുടിച്ചവർക്കല്ലേ ഉപ്പുപ്പ അതിന്റെ രുചി അറിയാൻ പറ്റൂ. നിങ്ങൾ ഏതായാലും ഹൂറിനെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ആരായിരുന്നു അത്? അടിപൊളി. താങ്ക് യു. ഇനി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ചിത്രം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലി. ആ ചാർലി എന്നുള്ള ആ ഒരു കഥാപാത്രം, വെർസറ്റൈൽ കഥാപാത്രം ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബേസ് വോയിസ് ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചാർലി, നിങ്ങളിപ്പോൾ താമസിക്കുന്ന റൂമിൽ മുമ്പ് പാർത്തിരുന്ന ഒരു പാവം ജിന്നാണ് നമ്മൾ. നിങ്ങൾ ബേജാറാവല്ലിന്ന് നമ്മൾ ചുമ്മാ കളറാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞല്ലേ. പത്രോസ് ചെയ്ത് മേരി മേരി ക്യൂൻ മേരി. നമ്മ വേറെ മച്ചാനാണ് മച്ചാനെ. അടിപൊളി. താങ്ക് യു. ഓക്കെ, ഇനി ഈ താരങ്ങളുടെ അനുകരണത്തിൽ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ആളുകളാണ് നെൽസൺ ചേട്ടനും സുധി ചേട്ടനും ഒക്കെ. അതുപോലെ ജഡ്ജ്മെന്റ് ആയിട്ട് നമ്മളിപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ടിനി ടോം. അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്കിറ്റ് വിജയിപ്പിക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളത് വളരെ പെർഫെക്ഷനോട് ചെയ്തു. ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്തതായി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് മനോഹരമായി കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. അതുകൊണ്ടാണെങ്കിൽ പറയുന്നത് വിഷ്ണുവിന് മ്യൂസിക് മാത്രമല്ല, മ്യൂസിക്കിന്റെ കൂടെ മാജിക്കും അറിയാവുന്നത്. നമ്മൾ മാജിക്കിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ 2 ചെന്നായ്ക്കളായിട്ട് തരംതിരിക്കാം. ഒന്ന് കറുത്ത ചെന്നായിയും മറ്റൊന്ന് വെളുത്ത ചെന്നായിയും. ഇതാണ് അങ്കിൾ മോന് തരാനുള്ള ചെറിയ ഉപദേശം. റൈറ്റ്? താങ്ക് യു. അടുത്തതായിട്ട് അനുകരിക്കുന്നത് ഒരു നടനെയല്ല, മറിച്ച് ഒരു നടിയെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ നടിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, പക്ഷേ ആ ഒരു വിഷ്വൽ കണ്ടാൽ അറിയുന്നുണ്ടാവും. ദിലീപ് മഞ്ജു വാര്യർ ആദ്യകാല കൂട്ടുകെട്ടിൽ ഒരു മുത്തശ്ശി കഥാപാത്രവുമായി നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ ലക്ഷ്മി കൃഷ്ണമൂർത്തി. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ആ ഒരു കഥാപാത്രത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. വിലാസിനി സുകുമാരൻ്റെ അനിയൻ വന്നില്ല. അല്ല, സുകുമാരൻ്റെ അനിയൻ വന്നോണ്ട് വലിയ കാര്യമൊന്നുമില്ല. സേമിയ പായസാണ് എനിക്ക് വേണ്ട കുട്ടിയെ. കാരണം ആ പുഴു പോലെ ഇരിക്കണ സാധനല്ലേ അത്. ഇനി അനുകരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു താരം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള നായകൻ എന്ന് നമുക്ക് പറയാം, പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ മിമിക്രി വോയിസിൽ എല്ലാവരും ബേസ് വോയിസ് ആണ് അനുകരിക്കുന്നത്. ആദ്യകാല ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഒരു നന്ദനം എന്ന ചിത്രത്തിലെ ഒരു മനു എന്ന് പറയുന്ന ഒരു പതിഞ്ഞ ശബ്ദമുള്ള പൃഥ്വിരാജിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഉണ്ടപ്പാറു വീണ്ടും തടിച്ചോ? ഇവിടെ പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. യേശുദാസിന്റെ പാട്ട്, ഹോമിയോ മെഡിസിൻ, പിന്നെ പറയാൻ ആ കുട്ടി ബാലമണി 143. അല്ല, കാറിന്റെ നമ്പറേ. ഇനി അടുത്തൊരു താരത്തെ അനുകരിക്കുന്നത് ശ്രീ മോഹൻലാലിനെ തന്നെയാണ്. അപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹം അഭിനയിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ജീവിക്കുകയാണോ എന്ന് നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രം എന്ന ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത് അതിലൊരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ആ ഒരു ടച്ചിങ് ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കല്യാണി, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോനെ, അല്ല നിന്റെ മോനെ നീ രാമേന്ദ്രനെ വിളിക്കണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തിലെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സാറില്ല. താങ്ക് യു. ഇനി അടുത്തത് നമ്മൾ ലാലേട്ടനെ അനുകരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക എന്നെ അനുകരിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയല്ലേ? അപ്പോൾ മമ്മൂക്ക ഇന്ന് ഇവിടെ എത്താൻ പോകുന്നത് ഒരു അർജന്റീന ആരാധകനായിട്ടാണ്. 2018 വേൾഡ് കപ്പ് ഇപ്പോൾ തരംഗായിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ വെച്ച് നടക്കുന്ന. അപ്പോൾ മെസ്സി ആരാധകനായിട്ടുള്ള ആ ഒരു നിറക്കൂട്ടിലെ മമ്മൂക്കായെ നമുക്കൊന്ന് കാണാം. മേഴ്സിക്ക് പകരം മെസ്സി. ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സി ആയിരുന്നു. എൻ്റെ ജീവനായിരുന്നു മെസ്സി.
എൻ്റെ കരളായിരുന്നു മെസ്സി, എൻ്റെ ചങ്കായിരുന്നു മെസ്സി, എൻ്റെ ചങ്കിടിപ്പായിരുന്നു മെസ്സി. മെസ്സി എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. പൊളിച്ചു. താങ്ക് യു, താങ്ക് യു. ഗുഡ് വൺ. അപ്പോൾ ഇന്ന് ഈ അനുകരണ കലയിൽ ഈ വൺ മൻ ഷോയിൽ ഏറ്റവും അവസാനമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, നമ്മളൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ ഒന്ന് അനുകരിച്ചുകൊണ്ട് ഈ അനുകരണ കല ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Ladies and gentlemen, dreams transforms into thoughts and thoughts leads to action. So, work hard with dream, dream, dream. Thank you all, thank you very much. അസ്സലായി. താങ്ക് യു ചേച്ചി, താങ്ക് യു. സൂപ്പർ പെർഫോമൻസ്. വെരി ഗുഡ്. എന്ത് പറയുന്നു സുധിച്ചേട്ടാ? ഇവര് ഈ പാലാഴിക്കാരെല്ലാം കൂടെ തകർക്കാനായിട്ട് വന്നിരിക്കുക ഇവിടെ. അതെ, മറ്റൊരു എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മനീഷ് ചേട്ടനാണോ? മനീഷ് സ്വന്തം മനീഷ് ചേട്ടനാണ്. സ്വന്തം പാലാഴി. ചേട്ടനാണോ? അതെ ആ. അതെ അതെ. അത് ശരി. അപ്പൊ ഈ കുടുംബത്തോടെ. ആണല്ലേ? ആ നാട്ടില് വേറെ ഉണ്ടോ ഇതുപോലെ ടീം? പിന്നെ നിർമ്മൽ പാലാഴി. ആ നിർമ്മല് അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാർസ് എല്ലാം പക്ക പെർഫെക്റ്റ്. Thank you. ഒരു റിക്വസ്റ്റ്, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ചെയ്യണ സ്റ്റാർസ് ഒക്കെ ആദ്യം ചെയ്ത ദുൽഖർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ന്യൂ ജനറേഷൻ സ്റ്റാറുകളൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം കുറഞ്ഞു പോയോ എന്ന് മാത്രം ചെറിയൊരു session ഉണ്ട്. ഡയലോഗിന്റെ നമുക്കൊന്ന് ലെങ്ത് catch കുറഞ്ഞു ചെയ്യാൻ, പോയോ? അല്ലേ? ഓക്കെ. അവൻ പറയാനിരുന്നേന്ന് കുറച്ച് ലെങ്ത്തോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ സ്വീറ്റ് ആയിരിക്കും, നന്നായിരിക്കും. കാരണം പെർഫെക്റ്റ് വോയിസ് ആണ്. അതെ, വോയിസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഓക്കെ. അടിപൊളി അടിപൊളി, സൂപ്പർ. ഒരുപാട് താങ്ക്സ്. നന്നായി വരും. സൂപ്പറായിരുന്നു. താങ്ക് യു ചേട്ടാ. അതായത് പിന്നെ അവതരണ ശൈലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, കേട്ടോണ്ടിരുന്നു പോകും. അടുത്ത സ്റ്റാറിനെ പറയുന്നതൊക്കെ നല്ല കോൺഫിഡൻസിലാണ്. നല്ല രസമായിട്ടാണ് അതെ, അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനത് പറയാനിരുന്നതാണ്. അത് നമുക്കെല്ലാം ഒരുപോലെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരേ മനസ്സ് ശ്രുതിക്കും കിട്ടിയത്, ആ ചിന്ത തന്നെ കിട്ടിയത്. നമ്മൾ കേട്ടിട്ട് അങ്ങോട്ട് മതിയാകുന്നില്ല. കുറച്ചുകൂടെ സാധാരണ സ്റ്റാർസിനൊക്കെ പറയുമ്പോൾ ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലതാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. താങ്ക് യു. യെസ്. ഓക്കെ മഹേഷ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണണം. ഓക്കെ. മരുന്നോ നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, വാട്ടുമരുന്ന്, നീറ്റുമരുന്ന്, മരുന്നോ. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഞാൻ പ്രശസ്ത മർമാണി അടിയോടി ഗുരുക്കൾ. അടിയോടിയോ? അടിയോടി ഗുരുക്കൾ. അപ്പൊ ഈ തിരുമം തടവൊക്കെയാണ് മെയിൻ. കളരിയുണ്ട്. കളരിയുണ്ടോ? ആ തിരുമും തടവും അതിനുപരി എനിക്ക് കളരിയാണ് മെയിൻ. കളരി ഭയങ്കര അഭ്യാസമല്ലേ? അതെ. നമ്മൾ കളരി അപ്പം മക്കളെയൊക്കെ ഈ കളരി പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളെയൊക്കെ കളരി പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതൊരു കഥയാണ്. എന്റെ ഭാര്യ ആദ്യം ഗർഭിണിയായപ്പോൾ, ആദ്യത്തെ ഗർഭിണിയായി നിൽക്കുന്ന അവസരത്തില് ഞാൻ എന്റെ മകനെ ഈ കളരിയെല്ലാം പഠിപ്പിക്കണമെന്ന് ഞാൻ നിരൂപിച്ചിരുന്നു, അങ്ങനെ നനച്ചിരുന്നു, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ജനിച്ച ആദ്യത്തെ പെൺകുട്ടിയായി പോയി. എന്താ ചെയ്യും? അങ്ങനെ രണ്ടാമതും ഭാര്യ ഗർഭിണിയായി. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു, എന്താ ആഗ്രഹിച്ചു? ഇവരെ ഞാൻ കളരി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. നിർഭാഗ്യവശാൽ അതും പെൺകുട്ടിയായി പോയി. എന്താ ചെയ്യാമല്ലേ? അല്ലേ പെൺകുട്ടി? അല്ല, ഈ പെൺകുട്ടി ഉണ്ടാവണം നിർഭാഗ്യമാണെന്ന് ഇയാളങ്ങ് തീരുമാനിച്ച? അങ്ങനെയല്ല. അതെന്തൊരു ഡയലോഗ് അത്? അയ്യോ, അങ്ങനെ ഞാൻ കുറച്ച് പെൺകുട്ടികളെ കുറച്ച് കണ്ടതല്ല. അതായത് ഈ കളരി പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ കളരി പഠിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. ആക്ച്വലി പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. അതെ, നടക്കാതെ പോയതുകൊണ്ടുള്ള കാര്യം പറഞ്ഞു. പറഞ്ഞല്ല, അതാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്നിട്ട് ഏത് മകനെയാണ് കളരി പഠിപ്പിച്ചത്? എന്തായാലും നിർഭാഗ്യവശാൽ ഇപ്പോൾ പുരം നിറയെ നിർഭാഗ്യവശാലാണ്. അപ്പൊ എത്ര മക്കളുണ്ട് മൊത്തത്തില്? എത്ര പെൺകുട്ടികളുണ്ട്? 10 പേര്. 10 പെൺകുട്ടികൾ. പുരം നിറഞ്ഞ് 10 നിർഭാഗ്യവശാൽ. അപ്പൊ എനിക്കൊരു സംശയം, എന്താണ്? അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ നിർഭാഗ്യവശാലിന്റെ വീട് എവിടാണ്? എന്റെ വീട് തൊടുപുഴ. അത് ആങ്കറാണ്, കളരി പഠിക്കാൻ ആഗ്രഹമില്ല. അല്ലല്ലോ ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കില്ല. 10
നിർഭാഗ്യവശാൽ വീട്ടിലുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ചോദിച്ചത് പറ്റുന്നില്ല, ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാടുന്നതാണെങ്കിൽ പിന്നെ എന്തിനു ചോദിക്കണം? അതെ, എന്റെ എന്നാലും വിനോദം എനിക്കൊരു എന്തിനു നിങ്ങൾ സംശയം, ഞാൻ സമ്പാദിക്കണം? ഒന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ആശാൻ കളരിയാണല്ലോ. അതെ. അപ്പൊ ആശാൻ ഈ കളരി നാട്ടുകാരെ എടുത്താണോ കാണിച്ചത്, ഭാര്യ എടുത്താണോ കളരി കാണിച്ചത്? നിർഭാഗ്യവശാൽ ഈ ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് അസൂയക്കാർ പറയുന്നതാണ്. അല്ല, ഈ ഒരു കളരി ആശാനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണം ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്തൊക്കെ ഈ ഭക്ഷണം ഈ ഡയറ്റ് എന്താ കഴിക്കുന്നുണ്ട്? കഴിക്കുന്നത് ഞാൻ എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടില് 50 ഇഡ്ഡലി ഉണ്ടാക്കും. 50 ഇഡ്ഡലി ഉണ്ടാക്കും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. ഒരെണ്ണേ കഴിക്കുള്ളൂ. ആ ഒരെണ്ണം എടുത്ത് അച്ഛന്റെ ഫോട്ടോയുടെ കീഴിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ 49 ഞാൻ കഴിക്കും. 49 അച്ഛന്റെ മുന്നിൽ ഇഡലി കൊണ്ടുവെക്കുന്നത്? അച്ഛൻ ഭയങ്കര ഇഡലി കൊതിച്ചനായിരുന്നു. അങ്ങനെ ഒരു സഞ്ജയന വീട്ടിൽ ചെന്ന് ഇഡലിയും സാമ്പാറും കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഡലി തൊണ്ടയിൽ കുരുങ്ങി അവിടെ വെച്ച് തീർന്നു. അപ്പൊ എപ്പോഴും ഇഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരെണ്ണം അച്ഛന്റെ ഫോട്ടോ എടുക്കൽ കൊണ്ടുപോയി ഫോട്ടോയിൽ ഇറങ്ങി വന്നു തിന്നും. അത്രയ്ക്ക് കൊതിയാണ്. ഭാര്യക്ക് കളരി അറിയാം ആശാന്റെ? ഇല്ല, അവള് ഗുസ്തിയാണ്. ഗുസ്തി എന്ത് ഗുസ്തിയാണ്? 8ാം ക്ലാസ്സും ഗുസ്തി. ആശാന്റെ വീട് എവിടെയാണ്? അപ്പം എന്റെ വീട് പുൻരു. പുൻരു അറിയാം? പുൻരു അടൂക്കിനപ്പുറം. എവിടെ? അടൂ എവിടാ? മനസ്സിലായി. അടൂരിനപ്പുറം പുനലൂർ, അതാ പുൻരു എന്ന് പറയുന്നത്. ഞങ്ങള് പുൻരു എന്നാ പറയുന്നത്. പുൻരു എന്ന് പറഞ്ഞ അങ്ങനെ ശീലിച്ചു പോയി. പുൻരു. അവിടെയാണോ ഈ ആശ്രമമൊക്കെ ഉള്ളത്? ആശ്രമമല്ലല്ലോ, പഞ്ചതന്ത്ര കഥകൾ. എന്റെ പഞ്ചകർമ്മ ആശ്രമം. അവിടെയാണ് ആശ്രമം. അവിടെയാണ് പുനലൂര്. അവിടെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി ഇടത്തോട്ട് കയറി ചെല്ലുന്ന അവിടെയാണ്. അവിടെ മറ്റേ സ്റ്റീം ബാത്തൊക്കെ ഉണ്ടല്ലേ? സ്റ്റീൽ പാത്രമല്ല, അലൂമിനിയം പാത്രമുണ്ട്. എന്താ ഈ പഴയ പാത്രമൊക്കെ എടുക്കുന്ന പരിപാടി തുടങ്ങിയോ സുധി? ഞാനതല്ല, സ്റ്റീം ബാത്ത്. ചേട്ടാ, ഈ ആവിക്കുളിയോ? ഞാൻ ഒരു ദിവസം ഞാൻ അതുവഴി പോയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പുക ഉയർന്ന കണ്ടു. എനിക്ക് അപ്പോഴേ തോന്നി അത് ആശ്രമമാണ്. എത്ര മണിക്കാ പോയത്? ഒരു വെളുപ്പിന് ഒരു 5 മണി 5:30 മണിയായിട്ടുണ്ടാവും. അത് കക്കൂസായിരുന്നു. അവിടെ ആവിക്കുളിയുടെ പരിപാടി ഒന്നുമില്ല. പിന്നെ അതെന്തായിരുന്നു? അത് ആരാണ്ട് രാവിലെ ബീഡി വലിച്ചോണ്ടിരുന്ന ധാരയുണ്ട്. അവിടെ ധാരയുണ്ട്. എന്താന്ന്? ധാരയുണ്ട്. എന്ത് ധാര? ഈ ശിരോധാരയൊക്കെ ചെയ്യുന്ന ചട്ടി മുറിക്കാത്ത് ചട്ടി വെച്ചിട്ട്. ഇതൊക്കെ ആരോടോ നിങ്ങളോട് പറഞ്ഞു? അവിടെ അങ്ങനെ ഒരു സാമാനം ഇല്ല. ഞാൻ കണ്ടതാണല്ലോ. എന്താ കണ്ടെന്ന്? മറ്റേ ഊറി തൂക്കിയിട്ടിരിക്കണേ കയറില്. ഊറി ചട്ടി വെച്ചേക്കുന്നത്. പൂച്ച പേടിച്ച് മീൻ കറി വെച്ച് കെട്ടി തൂക്കിയിട്ടേക്ക്. നിങ്ങളൊക്കെ എവിടെ ഇറങ്ങി വന്നേക്കുന്നു? പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ഉണ്ട്. ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. നാളെ അതിന്റെ പ്രകാശനമാണ്. നിങ്ങളെ കൂടെ ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണ് ആ ചരിത്ര പുസ്തകത്തിന്റെ പേരെന്ന് പറയാം? എന്തോ ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയാം? പുസ്തകത്തിന്റെ പേരോ? എന്റെ മർമ്മങ്ങൾ പൂവണിഞ്ഞു. എന്റെ മർമ്മങ്ങൾ പൂവണിഞ്ഞു. നല്ല പേര്. അപ്പൊ നാളെ അതിന്റെ 10:30-ക്കാണ് എന്റെ പ്രകാശനം. സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് എത്തുക. ആയിക്കോട്ടെ, സൗകര്യപ്പെടുത്താം. ഇവിടെ വന്ന എന്താന്ന് മനസ്സിലായി? ഇവിടെ വന്നത് വെച്ചാൽ ഞാന് എന്നെ കുഴമ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. നിങ്ങൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ എണ്ണയും കുഴമ്പും പരിചയപ്പെടുത്താൻ നിങ്ങളെന്താ ഒരു പരിപാടിയുടെ അവതാരകനാണോ? അല്ലല്ല, പരിചയപ്പെടുത്താനായിട്ട് ഈ എണ്ണയും ഈ കുഴമ്പും പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. പരിചയപ്പെടുത്ത. അതായത് ഏത് വേദനയ്ക്കും ഏത് വേദന എന്ന് പറഞ്ഞാൽ അതിവേദന, എന്ത് വേദനയും ആയിക്കോട്ടെ, ഈ കുഴമ്പ് ഒരല്പം പഞ്ഞി പൂക്കി ആ വേദനയുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചാൽ ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കണ്ട, വേദന പമ്പ കിടക്കും. അത് പരീക്ഷിക്കാൻ വേണ്ടി വന്നാൽ. ഞങ്ങൾക്ക് ഇവിടെ വേദന ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു? നെൽസൺ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിനേക്കാൾ ഒരുപാട് ക്ഷീണിച്ചല്ലോ. ഇല്ലില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ കുറച്ച് എണ്ണ തരാം, അത് കഴിക്കേ. വേരയുടെ അസുഖമുണ്ട്? ഇല്ല. വേരയുടെ ശല്യമുണ്ട്? ഇല്ല, എനിക്കില്ല. ഇല്ല, നന്നായിട്ട് എനിക്കില്ല, പ്രശ്നമൊന്നുമില്ല. വേരയുടെ ശല്യമുണ്ട്? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോ ഇതുവരെ ഒരു അസുഖമില്ല. ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്റെ കൂടെ ഒന്ന് പഞ്ച് പിടിക്കട്ടെ. അതെന്തോ അങ്ങനെ? അങ്ങനെ വേണം. അത് നമ്മൾ രണ്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് രാപകൽ വ്യത്യാസം. നമ്മൾ പിടിച്ചു അത് കുഴപ്പമില്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ പുള്ളി കളരിയൊക്കെ ആവശ്യമില്ലാതെ ഇല്ല, പേടിക്കണ്ട. ആരംഭമെല്ലാം കുളിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടോന്ന് അറിഞ്ഞാൽ പോരെ? ആരോഗ്യമില്ലെങ്കിൽ അതിനുള്ള മരുന്ന് തരാമല്ലോ. ഞാൻ ഉണ്ടല്ലോ കൂടെ. ഒന്ന് പഞ്ച് പിടിച്ചു നോക്കാം. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അതിന് ചികിത്സ തരാമല്ലോ. കൈ കുറെ കുഴപ്പമില്ല. റെഡി? റെഡി? 1 2 3.
എനിക്കൂടെ ഒരു ലഡു എനിക്ക് അത് പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഞാൻ ലഡുവിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ തനിക്കാണ് മനുഷ്യ ആരോഗ്യമില്ലാത്തത്. നിങ്ങൾക്കാണ് ആരോഗ്യമില്ലാത്തത്. ആരോഗ്യമില്ലാത്തതിന്റെ അല്ലത്. അതാ അല്ല ഇവിടെ ലഡു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്ന് ചിന്ത ഒന്ന് പാളിപ്പോയി. കൈകാര്യം മനസ്സിന് ആരോഗ്യമില്ല. ഇതൊക്കെ നോക്കിന്റെ വായ വിളിച്ച് പോകേണ്ട അതാണ് പ്രശ്നം. മനസ്സിലായോ? നമ്മൾ പിടിക്കാനില്ല. ഒരു തവണ ഒന്ന് പിടിക്കാം. ഒരു തവണയും പിടിക്കുന്നില്ല. എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഞാൻ പിടിച്ചത് നിങ്ങൾ തോപ്പിച്ചത്. അപ്പൊ എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്. ആദ്യം ഞാൻ തെളിയിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഒന്നിടിച്ചേ. ചുമ്മാ ഇടിക്കുന്നു. വേണ്ടെന്ന് വേണ്ടെന്ന് അത് അല്ല വേണ്ട. നെൽസൺ ഒരു ഇടി ഇടിച്ചേ. ഞാൻ ഇടിച്ചിട്ട് പിന്നെ തിരിച്ച് എന്നെ ഇടിക്കാനാണോ? ഇല്ല ഇടിക്കത്തില്ല. അതെനിക്ക് ഉറപ്പില്ല. നിങ്ങൾ ധൈര്യം ഞാൻ ഇടിക്കത്തില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഇടിക്കേ. എവിടെ ഇടിക്കണ്ടേ? വയറ്റത്തിടിക്കേ. ഇല്ല ഞാൻ ഇടിക്കുന്നില്ല. എടാ പുള്ളിയുടെ ഇടിക്കാൻ തെളിയിക്കാൻ വേണ്ടി ഇടിക്കാൻ പറഞ്ഞപ്പോ ഒന്നുമില്ല. നിങ്ങൾ ഞാൻ ഇടിക്കത്തില്ല. ഇടിക്കേ. കാര്യമാണ്. എന്റെ പൊക്കളിടിച്ച് തകർത്തു. ഇടിക്കാൻ ഞാൻ അവനോടല്ലേ ഇടിക്കാൻ പറഞ്ഞത്. അല്ല താ ഇടിക്കാൻ പറഞ്ഞത്. അതിപ്പോ നെൽസൺ ആണെങ്കിലും ഞാനാണെങ്കിലും ഇടിച്ചാ ഒരു പോലല്ലേ? ഇല്ല ഞാൻ ഒഴിഞ്ഞു മാറിയത് അവൻ ഇടിക്കാൻ വന്നത്. ഓർക്കാൻ പറ്റുന്നത് ഇടിക്കാൻ. എന്റെ പൊക്കള് തകർത്തേ. അയ്യോ വല്ല കാര്യമുള്ള കാര്യത്തിനാണ് ഇതൊക്കെ. ഇനിയിപ്പോ കുഴപ്പമില്ല, മരുന്നൊക്കെ കയ്യിലുണ്ടല്ലോ. നല്ല എണ്ണയും കുഴപ്പമൊക്കെ വേദനയുള്ള ഭാഗത്തൊന്ന് പരട്ടി കഴിഞ്ഞാൽ അത് മാറും. ആവി പിടിക്കണ്ട, കിഴി പിടിക്കണ്ട. ചുമ്മാതെ പറഞ്ഞ അതൊക്കെ ജീവിക്കാൻ വേണ്ടി ചുമ്മാതെ പറഞ്ഞ വയറ്റിപ്പിടിപ്പിന് വേണ്ടി വന്ന് ഇറങ്ങി എന്താ നീ വയറ്റി പഴുപ്പാക്കിയല്ലോളാം. ആയുർവേദ ആശുപത്രിയിലോട്ട് പോയിക്കോ.